ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 1 കിലോ പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അതെല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഈ മിക്സ്ചറിനകത്തെ സേവയ്ക്ക് പകരമാണ് ഇത് വറുത്തിടുന്നത്. പിന്നെ കുറച്ച് 2 കായ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ അരിഞ്ഞു എടുക്കുക. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ആ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഏത്തക്ക ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. പിന്നെ ഒരു മഞ്ഞ കളറാകുന്ന സമയത്ത് നമുക്കതങ്ങ് കോരി മാറ്റാം. അങ്ങനെ ഇത് 3 ട്രിപ്പായിട്ടാണ് ഞാനിത് മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇച്ചിരി കൂടെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് അരിഞ്ഞിരുന്നല്ലോ, അത് നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം. കണ്ടോ. ഇനി ആ എണ്ണയിലോട്ട് തന്നെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മിക്സ്ചർ നേരത്തെ ചെയ്തിട്ടുണ്ട്. കപ്പ വെച്ചും ചക്ക വെച്ചും അവൽ വെച്ചും ഒക്കെയുള്ള നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിക്സ്ചറിനൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടതൊക്കെ ട്രൈ ചെയ്യാം. അത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ഇനി സാധാരണ നമ്മൾ മിക്സ്ചറിലിടുന്നത് പോലെ നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കടലപ്പൊരിയൊക്കെ വറുത്തെടുക്കാനുണ്ട്. ഇനി ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. പച്ചയാണെങ്കിൽ കുറച്ച് സമയവും കൂടെ, അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ കപ്പലണ്ടി വറുത്തെടുക്കാൻ. തീ ഒരുപാട് കൂടുതലാണെങ്കിൽ എണ്ണ കൂടുതൽ ചൂടായിട്ട് പെട്ടെന്ന് ഈ കപ്പലണ്ടി കറുത്തു പോകും. അങ്ങനെ കപ്പലണ്ടി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ സ്റ്റെയിനറിലോട്ട് നമുക്ക് ആ കടലപ്പൊരി ഒന്ന് വറുത്തെടുക്കാം. അത് 1 കപ്പ് കടലപ്പൊരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 2 കുടം വെളുത്തുള്ളി കഴുകി തോലോടുകൂടി തന്നെ അതൊന്ന് ചതച്ചെടുക്കണം. നമുക്ക് അതും ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ തന്നെ. ഇത് ഇച്ചിരി സമയം എടുക്കും. ഇത് കാരണം പച്ചയായിട്ടിരിക്കുന്നത് കൊണ്ട് ഇച്ചിരി കൂടെ സമയം എടുക്കും അത് മൂത്ത് കിട്ടാൻ. അത് മൂക്കുമ്പോൾ ഈ വെളുത്തുള്ളി മൂക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അങ്ങനെ അത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ വറുത്ത് കോരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ മസാല പുരട്ടി എടുക്കുന്നത്. പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര പുരട്ടി ചേർത്ത് ഇനി എടുത്താൽ മതി. ഇതിപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഏതാണ്ട് ഒരു ടീസ്പൂണിനടുത്ത് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം ചേർക്കേണ്ടവർക്ക് പൊടിച്ച പഞ്ചസാര വിതറി കൊടുത്താൽ മതി കേട്ടോ. ഇത് ചൂടാറുന്നതിന് മുമ്പ് ഈ മസാല ഈ മിക്സ്ചറിൽ പുരട്ടണം. നമ്മൾ ആ കാ വെച്ച് തന്നെ ഉണ്ടാക്കിയ സേവയുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ആ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ കപ്പലണ്ടി ഇടാം. അന്നേരം കുറച്ച് മസാല ഇടണം. അങ്ങനെ ലെയറായിട്ട് കടലപ്പൊരി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കായ അരിഞ്ഞത് അങ്ങനെ എല്ലാം ഇട്ട് കറിവേപ്പില ഇട്ട് വെളുത്തുള്ളി ഇട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏത്തക്കയ്ക്കൊക്കെ നല്ല വില കുറവാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കും. സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ കൊടുത്താൽ അവരൊക്കെ TV കണ്ടുകൊണ്ട് കഴിച്ചോളും. കണ്ടോ. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബാക്കി കുറച്ച് മുളക് പൊടി ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ട് നമുക്ക് ഇങ്ങനൊന്ന് കുടഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.